ആൻറ്റി ഗ്രാവിറ്റി വെച്ച് എങ്ങനെ ഒരു ഇമെയിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാമെന്നാണ് ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോണത്. അതിന് നമ്മളൊരു റിയാക്ട് ആപ്ലിക്കേഷൻ ഒരു സബ്സ്ക്രിപ്ഷൻ ഫോമാണ് ചെയ്യുന്നത്. നമ്മളതിൽ email.js എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തികച്ചും ഫ്രീ ആയിട്ട് ഒരു ബാക്ക്-എൻഡ് ഇല്ലാതെ, അതായത് നമ്മളൊരു ബാക്ക്-എൻഡിൽ Node.jsലൊന്നും കോഡ് ചെയ്യാതെ, ഒരു ബാക്ക്-എൻഡ് ഇല്ലാതെ തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഇമെയിൽ സബ്സ്ക്രിപ്ഷൻ ഫോം ഉണ്ടാക്കാം എന്നാണ് നമ്മളിവിടെ ഇന്ന് നോക്കാൻ പോകുന്നത്. ആൻറ്റി ഗ്രാവിറ്റി വെച്ചിട്ട് ഫ്രീ ആയിട്ട് നിമിഷം കൊണ്ട്. ഓക്കെ, പ്രൊജക്റ്റ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ, അത് ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് പ്ലാനിങ്ങിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടത് ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യും. പ്രോജക്റ്റിൻ്റെ നെയിമെല്ലാം കൊടുത്ത്, ആ ഒരു പാക്കേജ് നെയിമെല്ലാം കൊടുത്തിട്ട്, അതപ്പോൾ പ്രോജക്റ്റിൻ്റെ നെയിം കൊടുത്ത് നമ്മളത് റൺ ചെയ്ത് നമ്മുടെ ആ ഒരു ഫോം അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇവൻറ്റ് വരും, നമുക്കൊരു ഇമെയിൽ ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്യണം, പെട്ടെന്നൊരു സബ്സ്ക്രൈബ് ഫോം ഉണ്ടാക്കാൻ നമുക്കിത് മതി. നമ്മൾ കഷ്ടപ്പെട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ടോ, അപ്പോൾ അത് ക്രിയേറ്റായി വന്നിട്ടുണ്ട്, സബ്സ്ക്രൈബ് ടു അവർ ന്യൂസ് ലെറ്റർ. പക്ഷെ അതൊരു എന്താ പറയുക, ഒരു കംപ്ലീറ്റഡ് അല്ല, അതൊരു ഫുള്ളി ആയിട്ടല്ല അത് ക്രിയേറ്റ് ചെയ്തതെന്ന്. അത് സെൻട്രൽ പോർഷൻ രണ്ടിടത്തും കട്ടായിട്ടുണ്ട്. അപ്പം ഞാനത് കണ്ടോ, അതിൽ വാലിഡേഷൻ എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റഡ് അല്ല. അപ്പം നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് പോയിട്ട് നേരെ ആ ഒരു സ്റ്റൈൽ ഷീറ്റിൽ പോയിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് എനിക്ക് തോന്നുന്നു കണ്ടോ, സ്റ്റൈൽ ഷീറ്റിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. 100% ആയിരിക്കില്ല അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി റെസ്പോൺസീവ് ആണ്, പക്ഷേ കണ്ടോ അവിടെ 100% ഇട്ട് കൊടുക്കണം വിഡ്ത്ത്. അത് 100% അല്ല യൂസ് ചെയ്തത്, അതുകൊണ്ടാണ്. അതിലെ മുകളിൽ നമ്മൾ ബോഡി റൂട്ടിൽ നമ്മളത് 100% ആക്കി. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് വിഡ്ത്ത് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ENV വേരിയബിളിലാണ് നമ്മൾ നമ്മുടെ സർവീസ് ഐഡിയും ടെംപ്ലേറ്റ് ഐഡിയും അതുപോലെ നമ്മുടെ കീയും API കീയും കൊടുക്കുന്നത്. ഈ സർവീസ് ഐഡിയും ടെംപ്ലേറ്റ് ഐഡിയും API കീയും 3 സാധനവും നമുക്ക് നേരെ നമുക്ക് email.js എന്ന് പറഞ്ഞ സർവീസ് പ്രൊവൈഡറിൻ്റെ അകത്തുനിന്ന് കിട്ടും കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, നമുക്കത് ENV ഫയലിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ENV ഫയൽ എൻവയോൺമെൻറ്റ് വേരിയബിൾ ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ആൻറ്റി ഗ്രാവിറ്റി വെച്ചിട്ട് നമ്മളൊരു എക്സൽ ഷീറ്റിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ എക്സൽ ഷീറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഫോം യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻറ്റി ഗ്രാവിറ്റി വെച്ച് എങ്ങനെയാണ് എക്സൽ ഷീറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ പ്രൈസിങ് പ്ലാൻസ് ഒക്കെ കാണിച്ചേക്കണുണ്ട് email.jsൽ. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇമെയിൽ സർവീസ് ആഡ് ചെയ്യാം, ഓട്ടോമാറ്റിക്കൽ റിപ്ലൈ കൊടുക്കാൻ പറ്റും, റേറ്റ് ക്യാപ്ചർ വെച്ച് ചെയ്യാൻ പറ്റും, കോണ്ടാക്റ്റസ് അതിൻ്റെ അത് കോണ്ടാക്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഒരു റിയാക്റ്റിൽ, സാവലറ്റ്, Vue.js, ആംഗ്ലർ, ഫ്ലട്ടർ എവിടെ വേണമെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഫുൾ ഡോക്യുമെൻറ്റേഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആൻറ്റി ഗ്രാവിറ്റി വെച്ചിട്ട് ഫുള്ളി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇമെയിൽ സർവീസസിൻ്റെ അകത്ത് വന്നിട്ട് Gmail ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കണക്റ്റ് അക്കൗണ്ടിൻ്റെ ഈ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുവാണ്. കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സക്സസ്ഫുൾ ആയിക്കോളും. ഓക്കെ, ഇനി ആ സർവീസ് ID നമുക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. ഈ സർവീസ് ID നമുക്ക് നേരെ ഇപ്പോൾ നമുക്കൊരു സർവീസ്, നമുക്കിവിടെ പല സർവീസസ് അവർ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സർവീസസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഫ്രീ വേർഷനാണ്. ഞാൻ 20 റിക്വസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതിൻ്റെ. അപ്പോൾ നമ്മളതിൻ്റെ സർവീസ് ID ഇവിടെ എടുത്തു കൊടുക്കുവാണ്. ഇനി ഇമെയിൽ ടെംപ്ലേറ്റ്, നമ്മളൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു ടെംപ്ലേറ്റ്, നമുക്ക് കോണ്ടാക്റ്റസ്, ഓട്ടോ റിപ്ലൈ, വെൽക്കം മെയിൽ, പാസ്വേഡ് റീസെറ്റ്, വൺ ടൈം പാസ്വേഡ് എല്ലാം ഉണ്ട്. ഞാനിവിടെ ഒരു ടെംപ്ലേറ്റ്, ചുമ്മാ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യണം. കസ്റ്റം ടെംപ്ലേറ്റ് എഡിറ്റ് ചെയ്യാം, കോഡ് എഡിറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസൈൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ റീക്യാപ്ചർ, വാലിഡേഷൻ ഓൺ ചെയ്യാം, അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺ ചെയ്യാം, കോണ്ടാക്റ്റ് സേവ് ചെയ്യാൻ, പല ഓപ്ഷൻസ് ഉണ്ട്. ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഡിസൈൻ എഡിറ്ററിൽ പോയിട്ട് ജസ്റ്റ് ഇത് മാറ്റിയിട്ട് നമുക്കൊരു കസ്റ്റം മെസ്സേജ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെൽക്കം ടു കോഡ് ടു ബി സ്മാർട്ട്. ഒരു കസ്റ്റം മെസ്സേജ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്ലൈ ചേഞ്ചസ്. ഓക്കെ, സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ടെംപ്ലേറ്റ് ID കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ എവിടെ പേസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ കോഡ് എഡിറ്ററിൽ
നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി കോഡ് എഡിറ്ററിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അവിടെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെംപ്ലേറ്റ് ഐഡിയും പേസ്റ്റ് ചെയ്തു ആൻറ്റി ഗ്രാവിറ്റി കോഡ് എഡിറ്ററിൽ. ഇനിയാണ് നമുക്കതിൻ്റെ നമ്മുടെ API കീ വേണം. അക്കൗണ്ട്സിൽ API കീ കിടപ്പുണ്ട്, പബ്ലിക് കീ. അത് നിങ്ങൾക്ക് നേരെ കൊണ്ടുപോയിട്ട് അവിടെ കണ്ട കീ റീഫ്രഷ് ചെയ്യാൻ പറ്റും. എല്ലാത്തിലും കീ റീഫ്രഷ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കതവിടെ താഴെ കൊണ്ടേ കൊടുക്കാൻ പറ്റും. നമ്മുടെ കോഡ് എഡിറ്ററിൻ്റെ അകത്ത് ഉണ്ട് 20 ഞാൻ റിക്വസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കൊണ്ടേ കൊടുക്കാം. അപ്പോൾ ഞാൻ 3 കാര്യങ്ങളും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സേവ് ചെയ്യുവാണ്. ഓക്കെ, നമുക്കത് സേവ് ചെയ്തൊന്നും കൂടി നമുക്ക് MBR റൺ ഡെവ് കൊടുത്തിട്ട് ഡെവലപ്മെൻറ്റ് സെർവർ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തു. നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലും ഇമെയിൽ പോളും. ഇമെയിൽ സെൻഡ് ചെയ്യുവാണ്. കണ്ട, ഇമെയിൽ സെൻഡായി. ഒരു ടോസ്റ്റ് മെസ്സേജും വന്നു നമുക്ക് സൈഡിൽ. ഇമെയിൽ ഇപ്പോൾ സെൻഡ് ആയിട്ടുണ്ട്. നമുക്കത് നമ്മുടെ മെയിൽ ID പോയി ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആക്ച്വലി ഇത് കോൺടാക്റ്റസ് ഫോം പോലെയാണ് വർക്ക് ചെയ്യണത്, ഡാറ്റ കളക്ഷൻ ഫോം പോലെ. ഇപ്പം നമുക്ക് നമ്മുടെ മെയിൽ ID വെൽക്കം ടു കോഡ് ടു ബി സ്മാർട്ട് എന്നുള്ള ഇമെയിൽ വന്നത്. നമ്മുടെ മെയിൽ ID, നമ്മുടെ സ്വന്തം മെയിൽ ID. ഇപ്പം ഞാൻ മറ്റൊരു മെയിൽ ID കൊടുത്തു, അതായത് എൻ്റെ കമ്പനി വേറൊരു മെയിൽ ID കൊടുത്തു. ആ മെയിൽ ID ആണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കണേ. അതിൻ്റെ അകത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരാൾക്ക് മെയിൽ അയക്കുമ്പം ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഉണ്ട്. ഒരാൾക്ക് അയക്കുമ്പം അയക്കണ ആളിൽ നിന്ന് കിട്ടേണ്ട ആൾക്ക് കിട്ടണ്ടേ മെയിൽ, അത് ഇവിടെ കിട്ടിയിട്ടില്ല. എനിക്ക് തന്നെയാണ് മെയിൽ വന്നത്. അത് അക്കൗണ്ട് ഹോൾഡർ ആയിട്ടുള്ള എനിക്ക് തന്നെയാണ്. അതായത് ഞാൻ ആക്ച്വലി ഒരു ഇൻഫർമേഷൻ ഫില്ല് ചെയ്ത് സെൻഡ് ചെയ്ത പോലെ ആയിപ്പോയി. ശരിയല്ലേ? അപ്പം നമുക്കിവിടെ ടെംപ്ലേറ്റ് ID നോക്കാം. ടെംപ്ലേറ്റ് ID ടു ഇമെയിൽ എന്നുള്ളത് എൻ്റെ ഇമെയിൽ അഡ്രസ്സാണ് അവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എൻ്റെ സ്വന്തം ഇമെയിൽ അഡ്രസ്സ്. അതിന് പകരം അവിടെ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അവിടെ നമ്മുടെ ഫോമിലുള്ള ഇമെയിൽ, അതായത് ഇവിടെ നമ്മൾ നമ്മുടെ അവിടെ നിന്നുള്ള ഇമെയിൽ, ഇതൊരു വേരിയബിൾ ആയിട്ടാട്ടോ എടുക്കുന്നത്. ഇമെയിൽ എന്നുള്ള ആക്ച്വലി വേരിയബിളാണ്. ഇത് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ വരുന്ന വേരിയബിളിൽ ആ ഫോമിൻ്റെ അകത്തുള്ള ഡേറ്റ ആട്ടോ അതിലേക്ക് എടുക്കുന്നത്, ഈ ഇമെയിൽ കൊടുത്തു കഴിയുമ്പം. ഓക്കെ, പക്ഷേ വേറെ പ്രശ്നം കൂടി ഉണ്ട്. നമ്മളിവിടെ ഇമെയിൽ നിങ്ങൾ കണ്ടില്ല, താഴെ ഒരു വാട്ടർമാർക്കുണ്ട്. ആ വാട്ടർമാർക്ക് പോകണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വലിയൊരു ടെംപ്ലേറ്റ് ഒക്കെ കൊടുത്താലൊന്നും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് പർച്ചേസ് ചെയ്തതിൻ്റെ വാട്ടർമാർക്കൊക്കെ പോകും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇൻസ്പെക്റ്റ് നമുക്ക് തുറക്കാം. അതിൽ നെറ്റ്വർക്കിൽ വന്നിട്ട് ഞാൻ ഒന്നും കൂടി സെൻഡ് ചെയ്യുവാണ്, ormancy.com. ഇപ്പോൾ എനിക്കൊരു എറർ കിട്ടി, ഫെയിൽഡ് ടു സബ്സ്ക്രൈബ്, റിസപ്ഷനിസ്റ്റ് അഡ്രസ് empty എന്നുള്ളൊരു എററാണ് കിട്ടിയത്. ബാക്കി കണ്ടോ, ആ പേലോഡൊക്കെ കറക്റ്റാണ്, പക്ഷേ എനിക്ക് പോസ്റ്റ് റിക്വസ്റ്റ് എററാണ്. എന്താ കാര്യം? ഞാൻ എന്ത് പറ്റി നമുക്കത് നോക്കാം. ടെംപ്ലേറ്റ് ID അത് തന്നെയാണ്, കറക്റ്റാണ്. ടെംപ്ലേറ്റ് ID കറക്റ്റാണ്. സബ്സ്ക്രിപ്ഷൻ ഫോമിൽ പോകാം. ഫോമിൽ പോയിട്ട് യൂസർ ഇമെയിൽ കണ്ട, അത് ഫോം കണ്ട, ടെംപ്ലേറ്റ് പാരാമീറ്ററിൽ യൂസർ ഇമെയിൽ എന്നാണ് ആ വേരിയബിളിൻ്റെ നെയിം. അത് അവിടെ പാസ് ചെയ്യണം. നമ്മൾ ഇമെയിൽ നിന്നാണ് പാസ് ചെയ്തത്, പക്ഷേ ഇവിടെ അത് കാണിച്ചിരിക്കുന്ന യൂസർ ഇമെയിൽ എന്നാണ്. അതാണ് പാരാമീറ്റർ. അപ്പം നമ്മൾ പാസ് ചെയ്യുന്ന ഡേറ്റ എന്താണോ നമ്മളിവിടെ ഇൻപുട്ട് എടുക്കണം, ആ ഡേറ്റ ആ കറക്റ്റ് വേരിയബിൾ നെയിം ആയിരിക്കണം നമ്മളിവിടെ ഇവിടെ പാസ് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്, യൂസർ ഇമെയിൽ. സേവ് ചെയ്ത് ടെംപ്ലേറ്റ് സക്സസ്ഫുൾ ആഡഡായി. ഇനി നമുക്ക് റിഫ്രഷ് ചെയ്തിട്ട് വെല്ലോടെ കിടക്കുന്നുണ്ട്. ടെംപ്ലേറ്റ് കണ്ടോ, ടെംപ്ലേറ്റ് പാരാമീറ്റർ യൂസർ ഇമെയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നു, ഏജൻസി .com. ഓക്കെ, ഇപ്പോൾ സെൻഡ് ആയിട്ടുണ്ട്. ഇമെയിൽ സബ്സ്ക്രൈബ്ഡ് സക്സസ്ഫുള്ളി. സെൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് സെൻഡ് ആയിട്ടുണ്ട്. ഓക്കെയാണ് വന്നേക്കുന്നത്, ഹെഡർ ഓക്കെയാണ്. നമുക്ക് നേരെ പോയി മെയിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ സാധനം, ഞാൻ അയച്ചേക്കണായിട്ട് എനിക്കിവിടെ വന്നിട്ടുണ്ട്.
ഇനി ഞാൻ നേരെ എൻ്റെ മറ്റേ ഇമെയിൽ ഐ ഡി എടുക്കുവാണ്. അവിടെ ഇത് വന്നിട്ടുണ്ടോ, കണ്ടോ, ഞാൻ അയച്ച ആ മെയിൽ വന്നിട്ടുണ്ട് ടു ഓർഡർ. ഇത് വെച്ചിട്ട് നമുക്കൊരു മെയിൽ ഐ ഡി ഒരു സബ്സ്ക്രിപ്ഷൻ ഫോം സെറ്റ് ചെയ്യാം കേട്ടോ. ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ട email@sendemailJS.com. ഇത് ഈ വാട്ടർമാർക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഇത് വലിയൊരു ടെംപ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. വാട്ടർമാർക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഓരോ പ്ലാൻസ് ഉണ്ട്.